നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻ എന്നുള്ള ചെറിയൊരു ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു പോർഷൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൂടെ കൊടുക്കാം. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ്, എത്ര ആൻസർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയ ടോപ്പിക്ക് പഠിക്കുവാണെങ്കിലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിൻ്റെ ഒരു മോഡലിലൂടെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റെസിസ്റ്റൻറ്റ് ടു എൻസൈം ആക്ഷൻ? ഓപ്ഷൻസ്: കോർക്ക്, വുഡ് ഫൈബർ, പോളൻ എക്സൈൻ, ലീഫ് ക്യൂട്ടിക്കൽ. ജസ്റ്റ് നിങ്ങളുടെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാൻ ഈ പോർഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിൻ്റെ സ്പോറോപൊല്ലനിൻ്റെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ, അപ്പോൾ അതിന് ടെമ്പറേച്ചറിനെ, പിന്നെ എൻസൈം ആക്ടിവിറ്റി, പിന്നെ എന്തൊക്കെയാ ആൽക്കലി, ആസിഡ് ആക്ടിവിറ്റി ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം പോളൻ ഗ്രെയിൻസ് മാക്സിമം സർവൈവ്, ഓരോ കണ്ടീഷൻ, ഏത് കണ്ടീഷൻ ആണെങ്കിലും അതിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇവിടെ ആൻസർ പോളൻ എക്സൈൻ ആണ് നമ്മുടെ ആൻസർ. ദ ഫോളോയിങ് ഈസ് റെസിസ്റ്റന്റ് ടു എൻസൈം ആക്ഷൻ. എൻസൈം ആക്ഷന് ആൻസർ വന്നിരിക്കുന്നത് പോളൻ എക്സൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, tapetum occur in. tapetum ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: anther wall, ovary wall, male gametophyte, female gametophyte. tapetum occur in ഏതാണ് ആൻസർ? anther wall. നമ്മൾ യങ് ആന്തറിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് 4 wall layers ഉണ്ട്. ഏതൊക്കെയായിരുന്നു wall layers? ഒന്ന് എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ എൻഡോത്തീസിയം, മിഡിൽ ലെയർ മൈക്രോസ്പൊറാഞ്ചിയനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആ ലെയറിനെ പറയുന്ന പേരാണ് ടപ്പറ്റം. അപ്പൊ ടപ്പറ്റം ഏതിലാണുള്ളത്? ആന്തർ വാളിൽ. ഇപ്പൊ ചിലപ്പോൾ സംശയം വരും, നമ്മൾ മെയിൽ ഗാമറ്റോഫൈറ്റിനെ പഠിക്കുന്നപ്പോഴാണ് നമ്മൾ ഈ ആന്തറും കൂടെ വന്നിരിക്കുക. അപ്പൊ മെയിൽ ഗാമറ്റോഫൈറ്റ് അതിന്റെ ആൻസർ ആവില്ലേന്ന്. ആന്തറിൽ പോളൻ ഗ്രെയിൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ പോളൻ ഗാമേറ്റ്സ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെ എന്ത് പറയുള്ളൂ? മെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ആന്തർ വാൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ഫോംഡ് ബൈ 16 മൈക്രോസ്പോർ മദർ സെൽ ഈസ്. ഇത് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ തോന്നും, 16 മദർ. അപ്പോൾ പക്ഷേ നമ്മൾ ആദ്യം ചിലപ്പോൾ 16 മൈക്രോസ്പോർസ് മദർ സെൽസ് ഉള്ളതുകൊണ്ട് 16 വരാനൊരു ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു തോന്നും. പക്ഷെ ഇവിടെ 16 ആണോ ആൻസർ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ഉള്ളത് 64 ഉണ്ട്, 128 ഉണ്ട്, 32 ഉണ്ട്, 16 ഉണ്ട്. 16 മൈക്രോസ്പോർ മദർ സെൽ. നിങ്ങൾ ആൻസർ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 16, ഇപ്പോൾ ഒരു മൈക്രോസ്പോർ മദർ സെല്ല് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഒരു മൈക്രോസ്പോർ മദർ സെല്ല് ടെട്രാഡ് ഇൻ കണ്ടീഷൻ ആയിരിക്കും, അല്ലേ? 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ 16 ഒരു മൈക്രോസ്പോറിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 16 മൈക്രോസ്പോറിൽ എത്ര ഉണ്ടാവും?
16 into 4 എത്രയാണ്? 16 into 4 വരുമ്പോൾ 64 ആണ് നമുക്കിവിടെ കിട്ടുക. 64. എത്ര പേർക്ക് 64 ആൻസർ കിട്ടി? 64 ആൻസർ കിട്ടിയവര്. ഓക്കെ, ഇനി 64 ആണോ ഇവിടെ ആൻസർ? നമ്മൾ കണ്ടു ഓരോ മെച്യൂറായി കഴിയുമ്പോൾ ഈ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് ഈ ടെട്രാഡ് സെല്ലുകളൊക്കെ സെപ്പറേറ്റ് ആകും അല്ലേ? സെപ്പറേറ്റ് ആയിട്ട് പിന്നെ അതിലെന്ത് നടക്കും? 2 മൈറ്റോസിസ് നടക്കും അല്ലേ? മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നു കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? എത്ര ഗ്യാമേറ്റ്സ് ആണ് ഫോം ചെയ്യുക? ഒരെണ്ണത്തിൽ 2 ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ 64 ഉണ്ടായത് 64 into 2 എത്രയാണ് ആൻസർ വരിക? 64 into 2 128. So the answer is 128. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 16 മൈക്രോസ്പോർസ് ഉണ്ട്. മൈക്രോസ്പോർസ് ടെട്രാഡിയൻ കണ്ടീഷൻ ആണ്. അപ്പോൾ 16 ഉള്ളതുകൊണ്ട് 16 into 4 64. ഇനി ഈ മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് ആന്തറിൽ നിന്നുള്ള ഈ മൈക്രോസ്പോർസ് ടെട്രാഡ് കണ്ടീഷൻ സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ ആയിട്ട് വരും, സിംഗിൾ സെൽസ് ഫോം ആവും. അത് മൈറ്റോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറും? ഒരു സെല്ലിൽ 2 ഗ്യാമേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 128 ആണ് ആൻസർ. നെക്സ്റ്റ്, the recent record of 2000 years old viable seed is of options: bamboo, areca palm, coconut, date palm. Answer: date palm. ഇത് 2011 ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2008-ലും, സെക്കൻഡ് ക്വസ്റ്റ്യൻ 2009-ലും, തേർഡ് ക്വസ്റ്റ്യൻ 2011-ലും വന്നിട്ടുള്ളതായിരുന്നു. ഇനി നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? നമുക്ക് പെട്ടെന്ന് ആൻസർ കാണുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി തോന്നും. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: വെജിറ്റേറ്റീവ് സെൽ ഈസ് ലാർജർ ദാൻ ജനറേറ്റീവ് സെൽ. Pollen grain in some plants remain viable for months. Intine is made up of cellulose and pectin. When pollen is shed at 2-cell stage, double fertilization does not take place. ഏതായിരിക്കും ആൻസർ? നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. വെജിറ്റേറ്റീവ് സെൽ ഇസ് ലാർജർ ദാൻ ജനറേറ്റീവ് സെൽ. ഇത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്മൾ പഠിച്ചു വെജിറ്റേറ്റീവ് സെല്ല് ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മൈക്രോസ്പോർ സെല്ല് ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 സെൽ സ്റ്റേജ്ഡ് ആകും. 2 സെൽ സ്റ്റേജിൽ വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, ജനറേറ്റീവ് സെല്ലുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു വെജിറ്റേറ്റീവ് സെല്ല് ബിഗർ ഇൻ സൈസ് ആണ്, ജനറേറ്റീവ് സെല്ല് സ്പിൻഡിൽ ഷേപ്ഡ് ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദെൻ pollen grain in some plants remain viable for months. യെസ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Intine is made up of cellulose and pectin. നമ്മൾ ഇൻറ്റൈനും എക്സൈൻ്റെയും ഡിഫറൻസ് പഠിച്ചിരുന്നു. അപ്പോൾ ഇൻറ്റൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, എക്സൈൻ ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോബെല്ലിൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ദെൻ when pollen is shed at 2-cell stage, double fertilization does not take place. നമുക്ക് പെട്ടെന്ന് തോന്നും 2 സെൽ സ്റ്റേജിൽ ഒരെണ്ണം മാത്രമേ ജനറേറ്റീവ് സെല്ലുള്ളൂ,
അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഡബിൾ സെൽ സ്റ്റേജിൽ ഒരു ജനറേറ്റീവ് സെല്ല് ഉള്ളുവെങ്കിലും അത് പോളൻ ട്യൂബിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഓവ്യൂളിലേക്ക് എത്തുന്ന ടൈം ആകുമ്പോഴത്തേക്കും അവിടെ ഡിവിഷൻ നടക്കും. അങ്ങനെ ജനറേറ്റീവ് സെല്ല് 2 ഗ്യാമേറ്റ്സിനെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്യാമേറ്റ് അതിൽ നിന്ന് പോയിട്ട് എഗ് സെല്ലിനെ ഫെർട്ടിലൈസ് ചെയ്യും, മറ്റേ ഗ്യാമേറ്റ്സ് നമ്മുടെ പോളാർ ന്യൂക്ലിയസിനെ ഫെർട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റോങ്. അപ്പം നമ്മുടെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, innermost microsporangial wall layer that nourishes pollen grain. പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ആ മൈക്രോസ്പൊറാൻജിയൽ വാൾ ലെയറിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർക്കുക. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എൻഡോത്തീസിയം, സ്പോറോജീനിയസ് ടിഷ്യൂ, ടാപ്പെറ്റം ആൻഡ് എൻഡോഡെർമിസ്. നമ്മൾ വാൾ ലെയേഴ്സിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഫങ്ഷനും കൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നറിഷ് ചെയ്യുന്നത് ഏതാണ്? നറിഷ് ചെയ്യുന്നത് ടാപ്പെറ്റം ആണ് നമ്മുടെ ആൻസർ. ആദ്യത്തെ 3 ലെയേഴ്സിന്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, അതെന്താണ്? പ്രൊട്ടക്ഷൻ ആണ്. ടാപ്പെറ്റം ആണ് മൈക്രോസ്പൊറാഞ്ചിയൽ സെല്ലിന് നറിഷ്മെന്റ് നൽകുന്നത്. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിനൊക്കെ നറിഷ്മെന്റ് നൽകുന്നത് ടാപ്പെറ്റം ആണ്. സ്പോറോജീനിയസ് ടിഷ്യൂസ് ഇന്നർമോസ്റ്റ് സെൽസ് ആണ്. അതൊരിക്കലും അത് വാൾ ലെയേഴ്സിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. Next one, sporopollenin is formed by polymerization of. ഇപ്പോൾ എങ്ങനെയാണ് സ്പോറോപൊലനിൻ മെയ്ഡ് ചെയ്തിരിക്കുന്നത്? ആൻസേഴ്സ് ഓപ്ഷൻ ഫാറ്റ് ആൻഡ് ഫീനോൾസ്, ഫാറ്റ് ആൻഡ് എസ്റ്റേഴ്സ്, കെരാറ്റിനോയിഡ്സ് ആൻഡ് ഫാറ്റ്, കെരാറ്റിനോയിഡ് ആൻഡ് എസ്റ്റേഴ്സ്. ഇത് ഏതാണ് നമ്മുടെ ആൻസർ? നമ്മൾ ആ പോർഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് പറഞ്ഞിരുന്നു, സ്പോറോപൊലനിൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഫാറ്റും ഫീനോളിൻ്റെയും പോളിമറൈസേഷൻ നടന്നിട്ടാണ് സ്പോറോപൊലനിൻ ഉണ്ടായിരിക്കുന്നത്. സോ ആൻസർ ഇസ് ഫാറ്റ് ആൻഡ് ഫീനോൾസ്, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് സ്പോറോപൊലനിൻ? ഇത് 2013 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is correct regarding sporopollen? ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, റോങ് ആണോ കറക്റ്റ് ആണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ, sporopollen is made up of inorganic materials. Sporopollen can be degraded by enzymes. Sporopollen can withstand temperature but not strong acids. Sporopollen can withstand high temperature as well as strong acid and alkali. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, സ്പോറോപൊലൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഓർഗാനിക് മെറ്റീരിയൽ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്തു, സ്പോറോപൊലൻ ഈസ് മേഡ് അപ്പ് ഓഫ് ഫാറ്റ് ആൻഡ് ഫീനോൾസ്. അപ്പോൾ അത് ഓർഗാനിക് മെറ്റീരിയൽ ആണ്, ഇൻഓർഗാനിക് അല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Then sporopollen can be degraded by enzymes. ഈ സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. Sporopollen can withstand temperature but not strong acids. റോങ് ആണ്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ, sporopollen can withstand high temperature as well as strong acid and alkali. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഡി, ഓപ്ഷൻ ഡി. Then question number 9, pollen grains of rice and wheat lose their viability in minutes of their release. ഇത് വളരെ സിമ്പിളാണ്, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ആൻസർ. ഓപ്ഷൻ എ 30, ബി 10, സി 60, ഡി 90. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ എ 30 minutes. Next question, pollen tablets are available in market for.
ക്വസ്റ്റ്യൻ നമ്പർ 2014 ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ്: ബ്രീഡിംഗ് പ്രോഗ്രാം, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ഇൻസിറ്റു കൺസർവേഷൻ, സപ്ലിമെന്റിംഗ് ഫുഡ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. പോളൻ ടാബ്ലറ്റ്സ് ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ്. ഇത് നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് പോർഷനിൽ വന്നിട്ടാണ്. സാധാരണ നമുക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തോന്നുന്ന പോർഷൻസ് ആണ്, പക്ഷെ അവിടുന്ന് വരെയും നമുക്കിതിൽ ക്വസ്റ്റ്യൻ വരാം എന്നാണ് ഇതിൻ്റെ എക്സാമ്പിൾ. സോ ഇവിടെ ആൻസർ പോളൻ ടാബ്ലറ്റ്സ് ആണ്, നമ്മൾ കഴിക്കുകയാണ് ചെയ്യുക. സോ സപ്ലിമെന്റിങ് ഫുഡ് ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ പെയർ ഓഫ് റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഫോളോയിങ്. ഇവിടെ ഓരോ ഓപ്ഷൻ അല്ല, രണ്ട് ഓപ്ഷൻസും നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആ രണ്ട് റോങ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കണം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻ 1, intine of pollen grain is made up of sporopollenin. Next option, pollen grains are well preserved as fossils because of the presence of sporopollenin. Third option, enzymes can degrade the organic materials of the exine of the pollen grain. Fourth option, sporopollenin can withstand high temperature, strong acid and alkali. Intine of intines of pollen grain is made up of sporopollenin. Correct statement ആണോ? intine ആണോ? intine ആണോ? intine അല്ല, എക്സൈൻ ആണ് സ്പോറോപൊലനിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനിലേക്ക് മാറി അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? ബിയും സിയും ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഒന്നെങ്കിൽ ഇതിലുണ്ടാകും അല്ലെങ്കിൽ ഇതിലുണ്ടാകും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പോളൻ ഗ്രെയിൻ ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് സ്പോറോപൊലനിൻ. യെസ്, കറക്റ്റ് ആണ് അല്ലേ. ഈ പോളൻ ഗ്രെയിൻസ് ഫോസിൽസ് ആയിട്ട് പ്രിസർവ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണ്? അതിൽ സ്പോറോപൊലനിൻ ഉള്ളതാണ്. അപ്പൊ ഈ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ കൺക്ലൂഷനിലേക്ക് എത്താം. ഇതല്ല നമ്മുടെ ഓപ്ഷൻ. പിന്നെ ഏതാ ഉള്ളത്? 3 ഇനി നോക്കാം നമുക്ക് മൂന്നാമത്തെ എന്താണെന്ന്. എൻസൈംസ് ക്യാൻ ഡീഗ്രേഡ് ദ ഓർഗാനിക് മെറ്റീരിയൽ ഓഫ് ദി എക്സൈൻ ഓഫ് ദി പോളൻ ഗ്രെയിൻ. എൻസൈംസിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്സൈൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പോറോപൊലനിൻ കൊണ്ടാണ്. അപ്പോൾ ഈ ആൻസർ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, സ്പോറോപൊലനിൻ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലി. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഇവിടെ ആൻസർ അപ്പൊ ഏതായിരിക്കും? ബി ആണ് നമ്മുടെ ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 and 3 അത് രണ്ടെണ്ണമാണ് റോങ് ആൻസേഴ്സ്. സോ നമ്മുടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ബി ആണ്. 1 and 3 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ബി. It 2014 ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് 2015 ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോൺട്രിബ്യൂട്ട് ടു പോളൻ വോൾ ഫോർമേഷൻ? പോളൻ വോൾ ഫോർമേഷൻ. അപ്പോൾ പെട്ടെന്നൊന്ന് നോക്കിയേ. ഓപ്ഷൻസ്: സ്റ്റോമിയം, എൻഡോത്തീസിയം, കണക്റ്റീവ് ആൻഡ് ടാപ്പറ്റം. ഇവിടെ ആന്തറും അല്ലെങ്കിൽ പോളൻ വോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് എൻഡോത്തീസിയം, ഒന്ന് ടാപ്പറ്റം. ഇതിൽ നമ്മൾ പഠിച്ചു. നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. എൻഡോത്തീസിയം എന്താണ് മെയിൻ? എൻഡോത്തീസിയത്തിന്റെ ഫങ്ഷൻ എൻഡോത്തീസിയം പ്രൊട്ടക്ഷനും പിന്നെ ഡെഹിഷൻസിനും ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ പോളൻ വോൾ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ടാപ്പറ്റമാണ് പോളൻ വോൾ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഡി, ഓപ്ഷൻ ടാപ്പറ്റം. Then
The antigenic material in pollen wall that causes allergy are contributed by ഇവിടെ എക്സൈൻ ഉണ്ട്, ഇൻറ്റൈൻ ഉണ്ട്, എക്സൈനും ഇൻറ്റൈനും ഉണ്ട്, പോളൻ സൈറ്റോപ്ലാസം ഉണ്ട്. ഒന്നെങ്കിൽ ഇൻറ്റൈൻ എക്സൈൻ, അല്ലെങ്കിൽ ഇൻറ്റൈൻ ആൻഡ് എക്സൈൻ, അല്ലെങ്കിൽ പോളൻ സൈറ്റോപ്ലാസം. ഏതാണ് ഇവിടെ ആൻസർ? പോളൻ അലർജി കോസ് ചെയ്യാനുള്ള എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ, ഇതിന്റെ രണ്ടിന്റെ പ്രസൻസ് ആണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത്. Next question, which one of the following statement is not true? The 2016 question ആണ്. Which one of the following statement is not true? Not true ആണ്. Not true. Tapetum helps in dehiscence of anther. Exine of pollen grain is made up of sporopollenin. Option C. Pollen grain of many species cause severe allergies. Stored pollen in liquid nitrogen can be used in crop breeding programs. Not true statement ആണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്? Tapetum helps in dehiscence of anther. ആക്ച്വലി ഏത് പോർഷൻ ആണ് ഡെഹിസെൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്? എൻഡോതീസിയം ആണ് ഡെഹിസെൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. ബാക്കിയുള്ളത് ഒന്നുകൂടെ നോക്കിയേ. എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപൊല്ലനിൻ കറക്റ്റ് ആണ്. പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് ക്യാൻ കോസ് സിവിയർ അലർജീസ് കറക്റ്റ് ആണ്. സ്റ്റോർഡ് പോളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാം കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ tapetum helps in dehiscence of anther. ഇതാണ് ഡെഹിസൻസ്. ആൻഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് സ്പോർസ് ഒക്കെ റിലീസ് ചെയ്യുന്ന, പോളൻ ഗ്രെയിൻസ് ഒക്കെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡെഹിസെൻസ്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എൻഡോതീസിയം ആണ്, ടെപ്പറ്റം അല്ല. ടെപ്പറ്റം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നറിഷ്മെന്റിനും വാൾ ഫോർമേഷനുമാണ്. Next one, 15th question. The proximal end of the filament of stamen is attached to the, ഞാൻ എക്സ്പ്ലനേഷൻ പാർട്ടിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം എന്ന്. അപ്പം നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ തലാമസ് ആൻഡ് പെറ്റൽ, ബി പ്ലാസൻഡ, സി കണക്റ്റീവ് ആൻഡ് ഡി ആൻതോ. എവിടെയാണ് സ്റ്റേമൻ അറ്റാച്ച് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തലാമസ് ഓർ ബേസൽ പാർട്ട് ഓഫ് ദി പെറ്റൽ. പെറ്റല് ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ പോർഷനിലായിരിക്കും ചിലപ്പം സ്റ്റേമൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pollen grain are able to withstand extremes of temperature and desiccation because their exine is composed of. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയുന്നുണ്ടാവും. ഓപ്ഷൻ എ ക്യൂട്ടിൻ, ഓപ്ഷൻ ബി കാലോസ്, ഓപ്ഷൻ സി സുബെറിൻ, ഡി സ്പോറോപൊല്ലനിൻ. ഏതാണ് ആൻസർ? സ്പോറോപൊല്ലനിൻ. സോ ആൻസർ ഡി ആണ്. അപ്പോൾ നമ്മൾ 2008 to 2016 വരെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഈ ഒരു ചെറിയ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക്
ഇതിന്റെ ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് ഒന്ന് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഇപ്പം നമുക്കറിയാം ഒരു കുഞ്ഞു ടോപ്പിക്ക് നമ്മൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കണമെന്നുണ്ട്. ഇതേപോലെയുള്ള എക്സ്പ്ലനേഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്